എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധിക്കുന്ന 21 വൈദികരുമായി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഇന്ന് ചർച്ച നടത്തും. ബിഷപ്പ് ഹൗസിൽ രാത്രി 10:30 ചർച്ച. ചർച്ചയിൽ വിശ്വാസമുണ്ടെന്ന് അതിരൂപത വൈദിക സമിതി സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പ്രതികരിച്ചു. മേജർ ആർച്ച് ബിഷപ്പിന്റെ വിക്കർ ഈ അച്ഛന്മാരായിട്ട് 21 അച്ഛന്മാരുമായിട്ട് ചർച്ച നടത്താൻ തയ്യാറായിട്ടുണ്ട്. ഞങ്ങൾ ഈ ചർച്ചയിൽ നിന്നും വളരെ പോസിറ്റീവായിട്ട് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു പരിഹാര ഫോർമുല, ഒറ്റ രാത്രി കൊണ്ട് എല്ലാ പ്രോബ്ലം തീരില്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിലുള്ള ഒരു ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അങ്ങനെ ഒരു ഉറപ്പ് കളക്ടർ സാറിന്റെ മുൻപിൽ വെച്ച് മാർ ജോസഫ് പാംബ്ലാനി ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹത്തിനോട് പറഞ്ഞു കൺസ്ട്രക്റ്റീവായിട്ടൊരു ചർച്ച നടത്താം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു ഡെവലപ്മെന്റ്. YS അഭിനന്ദ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, ഇന്നത്തെ ഈ രാത്രി ചർച്ച കൊണ്ട് എല്ലാം അവസാനിക്കുമെന്നല്ല, എങ്കിൽ പോലും സംഘർഷ സാഹചര്യത്തിന് ഒരു അയവ് വരികയും സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാവുകയും ചെയ്യുമെന്ന ഒരു പ്രതീക്ഷ ഈ ഇരുവിഭാഗത്തിന്റെയും വാക്കുകളിലുണ്ടല്ലോ. ഒപ്പം അതേ പ്രതീക്ഷ തന്നെ ഭരണകൂടം, ജില്ലാ ഭരണകൂടവും പങ്കുവെക്കുന്നു. ഗോകുൽ, തീർച്ചയായിട്ടും സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം ഒരു മഞ്ഞുരുക്കത്തിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ചയ്ക്ക് ശേഷം അതിരൂപത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയുള്ള ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞത്. അവർ ഇന്ന് വൈകുന്നേരമായിരുന്നു ജില്ലാ കളക്ടർ NSK ഉമേഷ് നേതൃത്വത്തിലുള്ള ചർച്ച കളക്ടറുടെ വസതിയിൽ അരങ്ങേറിയത്. ഇതിനായിട്ട് ബന്ധപ്പെട്ട ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളിയായിരുന്നു ഔദ്യോഗിക വിഭാഗത്തെ പ്രതികരിച്ചെത്തിയത്. ഒപ്പം തന്നെ വൈദിക സമിതിയുടെ ഭാഗമായിട്ട് ഫാദർ രാജൻ പുന്നയ്ക്കൽ, ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ഉൾപ്പെടെയുള്ള ചർച്ചയിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ കൊച്ചി DCP ആയിട്ടുള്ള അശ്വതി ജിജി ഇതിനകത്തുണ്ടായിരുന്നു. ഇതിനകത്ത് അവർ പ്രധാനമായും ഉന്നയിച്ച പ്രശ്നങ്ങൾ, ഇതുവരെ ഉണ്ടാക്കിയ തന്റെ പ്രശ്നങ്ങളെല്ലാം അത് സിറോ മലബാർ സഭയുടെ ഏകാധിപത്യ നിലപാടിനെതിരെയായിരുന്നു. അതിന്റെ ഭാഗമായാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരിനെ ഉൾപ്പെടെ നീക്കം ചെയ്തത് തങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഫലമായാണെന്നും കളക്ടർക്ക് മുന്നിൽ വെച്ചു. കളക്ടർ ഇത് പറഞ്ഞത് ആഭ്യന്തരമായ പ്രശ്നമാണ്. ഈ സഭയെ സംബന്ധിച്ചോളം ആഭ്യന്തരമായ കലഹത്തിനകത്ത് ജില്ലാ കളക്ടർ ഇടപെടുകയില്ല, പക്ഷേ ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നു എന്ന് തോന്നൽ വന്നപ്പോഴാണ് കളക്ടർ നേതൃത്വത്തിലുള്ള ഇടപെടൽ ഉണ്ടായതെന്ന് വ്യക്തമാക്കി. അതിനുശേഷമാണ് പിന്നീട് ഈ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വികാരിയായിട്ടുള്ള ഈ മാർ ജോസഫ് പാംബ്ലാനിയുമായിട്ട് ചർച്ച നടത്താം. മാർ ജോസഫ് പാംബ്ലാനി നേതൃത്വത്തിലുള്ള ചർച്ചയിലായിരിക്കും അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുക എന്നത് പറഞ്ഞു. ഇന്ന് രാത്രി 10:30 ബിഷപ്പ് ഹൗസിൽ ചർച്ച നടക്കുക. ഈ ചർച്ച ഒരു പോസിറ്റീവായ കാര്യങ്ങളുടെ സൂചന എന്നത് വ്യക്തമാക്കുകയാണ് ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ. ഒപ്പം തന്നെ ജില്ലാ കളക്ടറുടെ പ്രതികരണവും അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ജില്ലാ കളക്ടർ പറയുന്നത് ഈ ജോസഫ് പാംബ്ലാനി വലിയ രീതിയിൽ തന്നെ ശുഭകരമായ പ്രതീക്ഷ നൽകുന്ന പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അവർ അനുകൂലമായി തന്നെ ഈ സമീപനം ആണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏകീകൃത കുർബാന അടക്കം നടത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ പരിശോധിച്ച ശേഷം നടപടിയെടുക്കുമെന്ന് ജോസഫ് പാംബ്ലാനി ഉറപ്പ് നൽകിയെന്നും കളക്ടർ വ്യക്തമാക്കി. എന്തായാലും 10:30 ചർച്ച. ഏതാണ്ട് ഒരു പ്രതിഷേധങ്ങളൊക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കൊച്ചി DCP വ്യക്തമാക്കിയ ഒരു കാര്യം, അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ആലോചിച്ച ശേഷം മാത്രമേ നടപടിയെടുക്കുന്നുള്ള രീതിയിലും എത്തുന്നു. എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കം അതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗോകുൽ, ശരി, ഏതായാലും സമാനമായ സാഹചര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. സംഘർഷം തന്നെയാണ് അരങ്ങേറിയത്. കടുത്ത പോലീസ് നടപടിയൊക്കെ വേണ്ടി വന്നു. ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു. ബിഷപ്പ് ഹൗസിൽ തന്നെ വലിയ സംഘർഷം ഉണ്ടാകുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഒരു ചർച്ചയ്ക്കുള്ളൊരു സാഹചര്യം വന്നിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിൽ.